ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് കറുമുറ കഴിക്കാൻ പറ്റിയൊരു പലഹാരം ഉണ്ടാക്കിയാലോ. ചുക്കപ്പമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസിയായി കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഈ പലഹാരം കറുമുറ തിന്നാൻ വളരെ രുചിയാണ്. അതിനുവേണ്ടി കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കാം. നമുക്ക് വറുത്ത പൊടിയെടുത്ത് തിളച്ചതിന് ശേഷം ഉപ്പിട്ട് അതിലേക്ക് പൊടിയിട്ട് പത്തിരിക്ക് വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കാം. ഇത് കുഴക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെക്കാം. ഏതാണ്ട് അരമുറി തേങ്ങ എടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതിന് നല്ല ചൂടുണ്ട്. ഈ പൊടി നമുക്ക് പത്തിരിക്ക് കുഴക്കുന്നത് പോലെ തന്നെ നല്ലവണ്ണം കുഴച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കുഴക്കുന്നത് കൊണ്ട് നമ്മുടെ ചുക്കപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ചുക്കപ്പം സാധാരണയായി ഉണ്ടാക്കാറുള്ളത് ഉരുട്ടിയിട്ട് ചെറിയ ഉരുളകളാക്കിയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളി മൂപ്പിച്ചെടുക്കാം. ഈ മൂപ്പിച്ച ചുവന്നുള്ളി നമുക്ക് അരിമാവിലേക്ക് ഒഴിക്കാം. കൂടാതെ 2 സ്പൂണോളം കരിഞ്ജീരവും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കാം. കരിഞ്ജീരകവും ഉള്ളിയും എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുത്തു കഴിഞ്ഞു. ചുക്കപ്പം സാധാരണയായി ഉണ്ടാക്കാറുള്ളത് ഉരുണ്ട ഷേപ്പിലാണ്. ഞാൻ ഇന്നിവിടെ വേറൊരു ഷേപ്പിലേക്കാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു വലിയ ഉരുള എടുത്ത് നമുക്കിങ്ങനെ പത്തിരി പോലെ പരത്തിയെടുക്കാം. ഇത് പരത്തുമ്പോൾ നല്ലവണ്ണം കനം കുറഞ്ഞു പോകരുത്, ഒരു മീഡിയം സൈസിലായിരിക്കണം പരത്തിയെടുക്കുന്നത്. നമ്മൾക്കിങ്ങനെ സ്റ്റാറിൻ്റെ രൂപത്തിൽ ഇതിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോന്നും അടർത്തിയെടുക്കാം. എൻ്റെ കൈവശം ഇങ്ങനെ സ്റ്റാറിൻ്റെ അച്ചുള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇത് ഏത് ഷേപ്പിലും നമുക്ക് വേണമെങ്കിൽ ആക്കാം, ചെറുതായിരിക്കണം എന്നേ ഉള്ളൂ. ഇങ്ങനെ കുറേ സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ആക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്, എങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ പലഹാരത്തിന് പ്രത്യേക കാണാനൊരു നല്ലൊരു ക്യൂട്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു പത്തിരിയിൽ നിന്നും ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കിയെടുത്തു. ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത പത്തിരിയിൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് പരത്താം. ഉരുണ്ട ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൈവെള്ളയിൽ കുറച്ച് മാവെടുത്ത് ഉരുട്ടി ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. നമ്മളിവിടെ ഇപ്പോൾ എല്ലാം സ്റ്റാറിൻ്റെ രൂപത്തിലേക്ക് ആക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതൊക്കെ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ചേർത്തിട്ട് നമുക്ക് ചൂടായതിന് ശേഷം ഇങ്ങനെ ഓരോന്നോരോന്നായി അതിലേക്ക് പെറുക്കിയിടാം. നമുക്ക് ഈ പലഹാരം കേടുകൂടാതെ കുറേ കാലം സൂക്ഷിക്കാൻ കഴിയും. ചൂടാറിയാൽ വായി കിടക്കാത്ത നല്ല ഭദ്രമായ കുപ്പിയിൽ അടച്ചു വെച്ച് നമുക്കിത് ആഴ്ചകളോളം ഉപയോഗിക്കാം. നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചുക്കപ്പം ഇന്ന് ബേക്കറികളിലൊക്കെ കിട്ടും, എങ്കിലും നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ രുചി തന്നെയാണ്. അരിപ്പൊടി മാത്രം മതിയായി ഈ പലഹാരം ഉണ്ടാക്കാൻ. എത്ര ഈസിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോക്ക് ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് പലഹാരം ഇവിടെ മുരിഞ്ഞു കഴിഞ്ഞു. നമുക്കതൊക്കെ കോരി പാത്രത്തിലേക്ക് ഇടാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പലഹാരം വേറെ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അങ്ങനെ നമ്മുടെ ചുക്കപ്പം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.